ഹായ്, പഴം കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ബ്രാൻഡ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഞങ്ങളുടെ ഏറ്റവും പുതിയ ബ്രാൻഡുകളെ പരിചയപ്പെടുന്ന, ബ്രാൻഡ് ഉണ്ടായ കഥകളും ബ്രാൻഡിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സക്സസ് സ്റ്റോറീസും ഒക്കെ പരിചയപ്പെടുത്തുന്ന ബ്രാൻഡ് സ്റ്റുഡിയോയിൽ നമ്മുടെ ആദ്യത്തെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് സുഹൃത്തും മുൻകാലങ്ങളിൽ ബെഞ്ചാലി അക്കാഡമിയുമായിട്ട് പല രീതിയിലും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് അസർ മൗസിയാണ്. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അവിൽ മിൽക്ക് വിറ്റ് മലപ്പുറത്തും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെയൊക്കെ പരിസരങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഒരു പ്രത്യേകതരം ഫുഡ് വിഭവത്തെ ഒരു ആഗോള ബ്രാൻഡാക്കി വളർത്തി അതിലൂടെ കോടികളുടെ ടേൺ ഓവറുള്ള ബിസിനസ് ബിൽഡ് ചെയ്ത അസർ മൗസിയാണ്. സോ അസർ മൗസിയെ ബ്രാൻഡ് സ്റ്റുഡിയോയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വെൽക്കം അസർ. താങ്ക് യു. സോ സാധാരണ രീതിയിൽ അവിൽ മിൽക്കിൻ്റെ കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, എങ്ങനെയാണ് അവിൽ മിൽക്കിലേക്ക് വന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതൊന്നുമല്ല ചോദിക്കുന്നത്, വേറെ കുറച്ച് സാധാരണ ചോദിക്കാത്ത കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസിയുടെ ഏത് ഔട്ട്ലെറ്റ് തുടങ്ങണം. ഇപ്പോൾ മൗസിയുടെ അസറിൻ്റെ തന്നെ വേറെ കുറേ ബ്രാൻഡുകളുണ്ട്, 2 ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഷുഗർ കെയിൻ്റെ ബ്രാൻഡ് ഉണ്ട്, കൂൾ കെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് അവർ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടാറ്റോയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള പോട്ടോപ്പമി എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്. പിന്നെ മൗസിയുടെ ബ്രാൻഡ്. ഈ ബ്രാഞ്ചുകളെല്ലാം തുടങ്ങുന്നിടത്ത് ഇനീഷ്യലി ആളുകൾ ഭയങ്കരമായിട്ട് ഇതിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ വലിയ സക്സസ് ആയിട്ട് തന്നെയാണ് തുടക്കം തന്നെ ചെയ്യുന്നത്. ആക്ച്വലി തുടക്കത്തിൽ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ബ്രാൻഡിനേക്ക് ഇത്രയും സക്സസ് ആക്കുന്നത്? ഓരോ ബ്രാഞ്ചിനെയും സക്സസ് ആക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സീക്രട്ട് ഫോർമുല എന്താണ്? വലിയ സീക്രട്ട് ഒന്നുമില്ല. അല്ല, ഞങ്ങൾ ആദ്യം ഞങ്ങളൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രയോഗിക്കുന്ന ചെറിയ ചെറിയ ട്രിക്കുകളുണ്ട്. അതിലൊന്ന് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മൗസി വന്ന സമയത്ത് 30+ വെറൈറ്റീസ് ഓഫ് അവിൽ മിൽക്ക്, 30 വെറൈറ്റി അവിൽ മിൽക്ക്. ആളുകളൊക്കെ ഒരു അവിൽ മിൽക്ക് വെച്ചിട്ടുണ്ടാവും, 30 വെറൈറ്റി അവിൽ മിൽക്കോ, അതൊന്ന് കഴിച്ചു നോക്കണമല്ലോ എന്ന രീതിയിൽ ആളുകൾ ഒന്ന് വന്നു. അതേപോലെ തന്നെ ഞങ്ങൾ ഷുഗർ കെയിൻ്റെ ബ്രാൻഡായ കൂൾ കെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ചെയ്തതാണ് 30+ വെറൈറ്റീസ് ഓഫ് ഷുഗർ കെയിൻ ജ്യൂസ്. ഒരു ജ്യൂസ് കരിമ്പ് ജ്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടോ? 30 വെറൈറ്റീസ് ഓഫ് ഷുഗർ കെയിൻ ജ്യൂസ്. 30 വെറൈറ്റീസ് ഓഫ് ഷുഗർ കെയിൻ. അതെ, അപ്പോൾ ഒരു ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ് എന്തായിരിക്കും. അതേപോലെ ഞങ്ങൾ പോട്ടോപ്പമി വന്നപ്പോഴും 30+ വെറൈറ്റീസ് ഓഫ് പൊട്ടാറ്റോ ഫുഡ്. 30 വിട്ടൊരു പരിപാടിയില്ല. അതൊരു ലക്കി നമ്പറാണ്. അപ്പോ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പൊട്ടോപ്പമിയിലും ഈ 30 ഐറ്റം ഉണ്ട്, 30 വെറൈറ്റികൾ. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. അങ്ങനെ ആളുകൾക്ക് ഞങ്ങൾ വല്ലാതൊരു മാർക്കറ്റിങ്ങിന് വല്ലാതെ ഒരു ചെറിയ തന്നെ ആളുകൾ വന്ന് ആ ഒരു ക്യൂരിയോസിറ്റിന്റെ പുറത്ത് വരും, ടേസ്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമത് പിന്നെ അവരെത്തിക്കള് ഞങ്ങളെ ക്വാളിറ്റിയാണ്. ഞങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സാധനം ആയിട്ടേ ഞങ്ങൾ അതിനെ ബ്രാൻഡ് ചെയ്യാറുള്ളൂ. അപ്പൊ ഇനി 30 ഐറ്റം ചെയ്യാൻ പറ്റാത്തൊരു ബിസിനസ്സിലേക്ക് അസർ ഇറങ്ങൂല. അങ്ങനെ പറയാൻ പറ്റില്ല. എന്തായാലും ഒരു ക്യൂരിയോസിറ്റി എടുത്തിട്ടേ അയാൾ ഇറങ്ങുള്ളൂ. വെരി ഗുഡ്. സോ കസ്റ്റമർ എത്തിക്കുന്നതിൽ, തുടക്കത്തിൽ തന്നെ കസ്റ്റമർ എത്തിക്കുന്നതിൽ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്നില്ല. സാധാരണ രീതിയിൽ ഈ ആക്ട്രസിനെയും ഒക്കെ വെച്ചിട്ടുള്ള ക്യൂരിയോസിറ്റിയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ അത് മാറ്റിയിട്ട് കുറച്ചും കൂടെ പ്രൊഡക്റ്റിൽ ഡിഫറൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെ. ഇപ്പോൾ ഒരു ബ്രാൻഡ് സക്സസ് ആക്കുക എന്ന് പറഞ്ഞത് കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ പോലും ഈസിയാണെന്ന് പറയാം. കാരണം ഒരുപാട് ബ്രാൻഡുകൾ അത് തുടങ്ങി ആളുകൾക്കുള്ളിൽ അത് മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ചും ഫുഡ് ബ്രാൻഡിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സക്സസ്സിന് നിലനിർത്തി പോലാണ്. ഫുഡിൽ പ്രത്യേകിച്ചും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. എങ്ങനെയാണ് മൗസി ഈ സക്സസ്സിന് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇപ്പം ഓരോ രാജ്യത്തേക്കും ഞാൻ ഓരോ തവണ കാണുമ്പോഴും ഇത്ര ബ്രാഞ്ചിൻ്റെ എണ്ണം കൂടി എന്നാണ് അസർ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത തവണ കാണുമ്പോൾ അത് 100-ലേറെ ബ്രാഞ്ച് ആവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ചോദിക്കണേ, എങ്ങനെയാണ് ഈ സക്സസ് സസ്റ്റെയിൻ ചെയ്യുന്നത്? അതിനെന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ? അത് മറ്റൊന്നുമല്ല, ഒന്ന് കറക്റ്റ് സമയത്ത് ഇതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് ഇപ്പോൾ നമ്മൾ ആദ്യം 2-3 വർഷം അവിൽ മിൽക്ക് ബ്രാൻഡ് എന്ന രീതിയിലായിരുന്നു ആളുകൾ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ നമ്മളത് ബനാന ബ്രാൻഡാക്കി, ഗ്ലോബൽ ബനാന റവല്യൂഷൻ. ഇപ്പോൾ ബനാന വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് വന്നു. ഇപ്പോൾ ബനാന തായ് ചിൽ, ബനാന ക്രീം, ബനാന സാൻഡ്വിച്ചുകൾ, ബനാന ഷേക്സ്. അപ്പോൾ അവിൽ മിൽക്ക് എന്നുള്ളതിന് സ്വിച്ച് ചെയ്ത് എല്ലാ ഔട്ട്ലെറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ അവിൽ മിൽക്ക് എന്ന് മാറി ഞങ്ങൾ ഇതിലേക്ക് വന്നു. അതിലൊരുപാട് അപ്ഡേഷൻസ് കൊണ്ടുവന്നു.
അതാണ് ഒന്ന് ആളുകളെ ഇതിൽ സസ്റ്റൈനബിലിറ്റിക്ക് ഏറ്റവും വേണ്ട ഒരു സാധനം ഞാൻ മനസ്സിലാക്കുന്നത് അപ്ഡേഷനാണ്. മൗസി എന്ന് പറയുന്നത് ഇനിയൊരു അവിൽ മിൽക്ക് ബ്രാൻഡിന് അപ്പുറത്ത് ബനാനയെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഒന്ന് അതാണ് ഒന്ന്. പിന്നെ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും മൗസി അടിപൊളിയായിട്ട് പോകാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ബ്രാൻഡിങ് ആണ്. ഇതിന് നമ്മൾ പണം മാറ്റി വെക്കണം, അതിന് സമയം, അതിന് എഫേർട്ട്. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മളത് മാറ്റി വെച്ചേ മതിയാവുള്ളൂ നമ്മൾ നിലനിൽക്കണമെങ്കിൽ. ഈ 3 കാര്യങ്ങൾ ഞങ്ങൾ അത്രയും ഫോക്കസ്ഡ് ആണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് പല കച്ചവടക്കാർക്കും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കാൻ മടിയാണ്. അതിനിപ്പോൾ എന്താ തിരിച്ചു കിട്ടുക, അതിൻ്റെ ROI എന്താണെന്ന് അറിയാത്തവരായിട്ട് ഞാൻ പലപ്പോഴും പല ക്ലയൻറ്റിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരോട് ഇതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞേക്കൂ. സിമ്പിളാണ്. 100 രൂപ ഇട്ട 1000 രൂപ തിരിച്ചിട്ടു. 100 രൂപ ഇടണം, എന്തായാലും 1000 കിട്ടുള്ളൂ. ഈ 100 രൂപ ഇടാനുള്ള പേടി കാരണം അത് ചെലവാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 1000 കിട്ടും. അത് എക്സ്പെൻസ് അല്ല, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനകത്ത് കൂടെ പറയേണ്ട, ഇപ്പോഴും ലോകത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും അറിയുന്ന പെപ്സിയും KFC ഒക്കെ ഇപ്പോഴും മാക്ഡൊണാൾഡ്സ് ഒക്കെ ഇപ്പോഴും ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആളുകൾക്ക് അത് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ആളുകൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും ഞാൻ പെപ്സിനെ കാണാറ്. കാരണം ഞാൻ ആലോചിക്കുന്നുണ്ട്, ആളുകൾക്ക് പെപ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ഇവർ ഇത്രയും പൈസ മുടക്കിയിട്ട് വീണ്ടും ബ്രാൻഡ് ചെയ്യുന്നത്? സംഭവം ആളുകൾക്ക് മറവി എന്ന് പറഞ്ഞ സാധനമുണ്ട് വരും. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച എൻ്റെ മൗസിയുടെ 4 വർഷത്തെ ഞാൻ എടുത്ത് നോക്കി മനസ്സിലാവും, ഒരു സമയം പോലും മൗസി എന്ന് പറഞ്ഞ ബ്രാൻഡിനെ മറക്കാൻ ഞാൻ ഇതുവരെ സമയം കൊടുത്തിട്ടില്ല, സമ്മതിച്ചിട്ടില്ല, ഇനി സമ്മതിക്കും ചെയ്യൂല. മൗസിയുടെ യാത്രയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത്, കാരണം അവിൽ മിൽക്ക് ഞാനൊക്കെ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ശരിക്കും അവിൽ മിൽക്ക് ഉണ്ടാക്കി പഠിച്ചൊരാളാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ച് കാലത്തേക്ക് ജ്യൂസ് കടയിൽ നിന്ന സമയത്ത് ചെമ്മാട്ടങ്ങാടിയിൽ ഏറ്റവും നല്ല അവിൽ മിൽക്ക് അന്ന് ഉണ്ടാക്കി കച്ചവടം ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അവിൽ മിൽക്ക് അന്ന് കോട്ടക്കലാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സാധനത്തെ ഒരു ബ്രാൻഡ് ആക്കിയിട്ട് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് മൗസിയാണ്. പക്ഷെ മൗസി വന്നതിന് ശേഷം മൗസി കുറേ കോപ്പികളെയാണ് നേരിട്ടത്. സോ എങ്ങനെയാണ് ശരിക്കും നിങ്ങൾ ഈ കോപ്പികൾ അതിജീവിച്ചത്? എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം മൗസി വന്നതിന് ശേഷം പിന്നെ കാണുന്നിടത്തൊക്കെ മഞ്ഞ ബോർഡുകളുടെ നിരയാണ്. എങ്ങനെയാണ് ഈ കോപ്പി പ്രളയത്തെ നിങ്ങൾ അതിജീവിച്ചത്? ആദ്യം ഈ കോപ്പി പ്രളയം വന്നപ്പോ ഇതൊരു കോൺഫിഡൻസ് ആയി. കാരണം നല്ലതിലുള്ളല്ലോ കോപ്പി വരുള്ളൂ. അപ്പൊ ഇന്റെ അടുത്ത് നല്ലൊരു സ്റ്റഫ് ഉണ്ട് എന്ന് എനിക്കത് അതിൽ നിന്ന് മനസ്സിലായി, ഒരു മരുന്നുണ്ടെന്ന് മനസ്സിലായി. അതാണ് എന്നെ എക്സ്പാൻഷൻ ചെയ്യാനുള്ള എനിക്ക് തന്ന ഏറ്റവും വലിയ ഊർജം, എനർജി അതായിരുന്നു. പിന്നെ ഒരു പ്രശ്നം നേരിട്ടത് ഇത്രയും ഷോപ്പുകൾ വന്നപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ച് കയറാൻ തുടങ്ങി. എന്നിട്ട് ഇതിന്റെ കംപ്ലൈന്റ്സ് മൊത്തം മൗസിയുടെ ഓഫീസിലേക്കാണ്. അതെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ ഫീഡ്ബാക്കുകൾ, കംപ്ലൈന്റുകൾ ഇങ്ങനെ കേട്ട് വരുമ്പോൾ ഏത് ബ്രാഞ്ചിലാന്ന് ചോദിക്കുമ്പോഴായിരിക്കും നമുക്ക് അവിടെ ബ്രാഞ്ച് തന്നെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പരാതികൾ കൂടി പറയും. അപ്പൊ സർവീസിലും ക്വാളിറ്റിയിലും ഇങ്ങനെ മറ്റു സ്ഥാപനങ്ങളെ കംപ്ലൈന്റ്സുകൾ ഞങ്ങളിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം വന്നത്. കാരണം നമ്മൾ ഇത്രയും നല്ല പ്രൊഡക്റ്റും സർവീസും കൊടുത്തിട്ടും എല്ലാ പരാതികളും നമ്മളെ ബ്രാൻഡിന്റെ തലയിലേക്ക് വരുന്നൊരവസ്ഥ. അങ്ങനെ വന്നപ്പോൾ ഇതിനെ മറികടക്കണം, എന്തായാലും മറികടത്ത് മതിയാവുള്ളൂ. നമ്മൾ വെല്ലുവിളിയാണ്, വലിയൊരു ചലഞ്ചാണ്. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ നിങ്ങളെ പോലുള്ള കുറേ ആളുകളെ വീഡിയോസ് ഇതിലൊക്കെ മനസ്സിലാക്കിയൊരു സംഭവം, അവർ ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഒരു പ്രാധാന്യം അവർ പറയുന്നുണ്ട്. നിങ്ങളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ തിരക്കിട്ട വീഡിയോ കൂടി ആയിരിക്കും. നിങ്ങളെ വിൽക്കാൻ അറിഞ്ഞാലേ നിങ്ങൾ സക്സസ് ആവുള്ളൂ. അതെ. അപ്പൊ അതിൽ നിങ്ങൾ പറയുന്നൊരു സാധനം ഉണ്ട്, ഈ പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ ബ്രാൻഡിന്റെ ഫേസ് ആണ്, ട്രസ്റ്റ് ആണ്, വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ അറിയിക്കണമെങ്കിൽ നമ്മളെ ബ്രാൻഡിന്റെ ഒരു ഫേസ് വരണം, ആളുകൾക്ക് വിശ്വാസം വരണം. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മൈക്കിന്റെ മുമ്പിൽ കേട്ടതും ആള് ഫേസ് ചെയ്യാൻ തുടങ്ങുന്നതും സ്റ്റേജിൽ കയറി സംസാരിക്കാൻ തുടങ്ങുന്നതും ഒക്കെ അന്ന് മുതലാണ്. ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറെ മാറിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി മൗസിയാണ് ഒറിജിനൽ എന്നുള്ളത് മനസ്സിലായി. തീർച്ചയായിട്ടും മൗസി ഇന്ന് ആളുകൾക്ക് ആ ഒരു ബ്രാൻഡിലേക്ക് ഇങ്ങനെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെയാണ് പ്രധാനമായിട്ട് അതിന് അതിജീവിച്ചത്. പേഴ്സണൽ ബ്രാൻഡിങ് വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒരു സാധാരണ ഒരു അവിൽ മിൽക്ക് ബ്രാൻഡ് എന്നതിനപ്പുറത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മൗസിയെ കുറിച്ച് സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, അമേരിക്കയിൽ നിന്ന് തുടങ്ങിയ KFC ആണ് നമ്മുടെ നാട്ടിലുള്ളത്, അമേരിക്കയിൽ നിന്ന് തുടങ്ങിയ മക്ഡൊണാൾഡ്സ് ആണ് നമ്മുടെ നാട്ടിലുള്ളത്, പിന്നെ മറ്റ് പല രാജ്യങ്ങളിലും തുടങ്ങിയത് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലേ അഭിമാനം എന്ന് പറയാം, മലപ്പുറത്ത് നിന്ന് പെരിന്തൽമണ്ണ എന്നൊരു ബ്രാൻഡ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വലിയ ബ്രാൻഡായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എടുത്ത് പറയുമ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ടൊരു ഗ്ലോബൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഓൺടർപ്രണേഴ്സിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട മിഷൻ അതാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ഒരു ഗ്ലോബൽ ബിസിനസ് ഫേസ് ആക്കിക്കൂടാ എന്നുള്ളത്.
അപ്പോൾ തീർച്ചയായിട്ടും അത് എളുപ്പമൊന്നുമല്ല. നിങ്ങൾ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുന്നതിൽ കുറേ വെല്ലുവിളികളുണ്ടാവും. പ്രത്യേകിച്ചും ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്നുള്ളൊരു ഫുഡാണ് നിങ്ങൾ അവിടെ കൊണ്ടുപോകുന്നത്. ബനാന, അല്ലെങ്കിൽ കേരളം പോലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലുള്ള ഫുഡുകളാണ് ബനാന പോലുള്ള സാധനങ്ങളൊക്കെ. ഈ സാധനത്തെ GCC പോലുള്ളൊരു ഡ്രൈ ടെറൈനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ക്വാളിറ്റിയും ആ സംഗതിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നല്ല. നിങ്ങൾ എങ്ങനെയാണ് ആ സോഴ്സിങ്ങിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത്? എന്താണ് അവിടെ നിങ്ങൾ ഉപയോഗിച്ച ആ സ്കെയിലപ്പിൽ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്താണ്? മറ്റൊന്നുമല്ല, നമുക്ക് ആദ്യം ഞങ്ങളൊരു ഇതുണ്ടായിരുന്നു, നമ്മൾ മലപ്പുറത്ത് അവിൽ മിൽക്ക് എങ്ങനെ കൊടുക്കുന്നത് അതേപോലെ തന്നെ GCCയിലാണെങ്കിലും പുറത്തുള്ള രാജ്യങ്ങളിലാണെങ്കിലും കൊടുക്കണം. അതിൽ നമ്മളെ നാട്ടിലത്തെ ചെറുപഴം കൊണ്ട്, മൈസൂർ പഴം കൊണ്ട് തന്നെ ഇത് സെർവ് ചെയ്യണം. അങ്ങനത്തെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ഇപ്പോൾ കൊണ്ടോട്ടിയിലൊരു ടീമിനെ ഏൽപ്പിച്ച് പഴവരി ഫ്ലൈറ്റിൽ കയറ്റി വിടും. ആഴ്ചയിൽ 3 ദിവസം ഡെലിവറി വരും. പിന്നെ അവിൽ ഇവിടുത്തെ ടീമിനെ ഏൽപ്പിച്ച് അവർ കൊടുക്കും, ഞങ്ങൾ അവിടുന്ന് അതിനെ ഫ്രൈഡ് ചെയ്യും. ആ രീതിയിൽ തന്നെ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര രാജ്യത്തൊക്കെയാണ് ഇപ്പോൾ മൗസിക്ക് ഓപ്പറേഷൻസ് ഉള്ളത്? ഇപ്പം 4 രാജ്യങ്ങളിലാണ് ഓപ്പറേഷൻസ് ഉള്ളത്. ഏതൊക്കെ രാജ്യങ്ങളിലാണ്? ഇന്ത്യ, UAE, സൗദി, ഖത്തർ. മലയാളികൾ കുറച്ച് കൂടുതലായിട്ടുള്ള, പ്രത്യേകിച്ചും നമ്മുടെ മലബാർ റീജിയനുകൾ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ഞങ്ങളൊരു ഇപ്പോൾ പുറത്തെ രാജ്യങ്ങളിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമുക്കൊരു നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ മലയാളികളെ ടാർഗറ്റ് ചെയ്തുള്ള സ്ഥലങ്ങളിലായിരിക്കും ആദ്യം ചെയ്യുക. പിന്നെ അവിടുന്ന് ആയിരിക്കും പിന്നെ ഞങ്ങൾ എക്സ്പാൻഷൻ. ഇപ്പോൾ ദുബായിൽ ഇപ്പോൾ നമ്മൾ മലയാളികളല്ലാത്ത സ്ഥലത്തും ഞങ്ങൾ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിനോട് കൂടെ തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഫുഡിനെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ വിദേശികൾക്ക് പരിചയപ്പെടുത്തണം. ഈ പരിചയപ്പെടുത്തിയ സമയത്ത് ഏറ്റവും രസകരമായിട്ട് അവരിത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്തോ, എങ്ങനെയാണ് ശരിക്കും? കാരണം നമ്മൾ അവിൽ മിൽക്കിനെ വിദേശികൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യിപ്പിച്ച എങ്ങനെയാണ്? ഒന്ന്, ആളുകൾക്ക് സാമ്പിൾ കൊടുത്തിട്ടാണ് ഞങ്ങൾ ആദ്യം ആളുകൾക്ക് സാമ്പിൾ കൊടുത്തു. അങ്ങനെയാണ് ആദ്യം അവരിലേക്ക് എത്തിച്ചത്. പിന്നെ ഒരു 80% ആളുകൾക്ക്, എല്ലാ രാജ്യക്കാർക്കും നമ്മളെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ മലപ്പുറത്തിന്റെ അവിൽ മിൽക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള സന്തോഷ കാര്യമാണ്. കുറച്ച് ആളുകളുണ്ട്, ഇപ്പോൾ പാകിസ്ഥാനിലെ ചില ഏരിയകളിലുള്ള ആളുകൾ, അവർ രസകരമായിട്ട് അവർ പറയൂ. അപ്പോൾ അവർ ആദ്യമൊന്നും കഴിക്കൂല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ നിങ്ങൾ കഴിക്കാത്തത്? അപ്പോൾ അവർ ആദ്യം വരും, എന്നിട്ട് അവർ പറയും അവിലില്ലാതെ അവിൽ മിൽക്ക് മതി എന്ന് പറയും. ചില ആളുകൾ അവിലില്ലാതെ അവിൽ മിൽക്ക്. അപ്പൊ ഞങ്ങൾ ചോദിക്കും എന്താ പ്രശ്നം വെച്ചാൽ, അപ്പൊ എന്നോട് പറയും ആരെങ്കിലും ഷെയ്ക്കില് ചാവലിടോ ചോദിക്കും, അരി ആരെങ്കിലും ഷെയ്ക്കിലിട്ട് കഴിക്കു വെച്ചു. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെ കൊണ്ട് മാറ്റാൻ കഴിയും. കാരണം നമുക്കറിയാം ഷവർമയുടെ വരവ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഫസ്റ്റ് ഷവർമ കഴിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച സാധനമാണ്, വേവിക്കാത്ത പച്ചക്കറി കൊണ്ട് ആരെങ്കിലും ഫുഡ് ഉണ്ടാക്കും. ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ ചിക്കൻ പീസൊക്കെ ഇങ്ങനെ മാറ്റി ചിക്കൻ പീസ് മാത്രം കഴിക്കും, ബാക്കി നമ്മൾ ഒഴിവാക്കുന്നത്. ഇപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊന്ന് ഷവർമയാണ്. അതേപോലെ നമ്മൾ അവിൽ മിൽക്കിനെ എല്ലാവരും സ്വീകരിക്കുന്നതാണ് നമ്മൾ വിശ്വാസം. അങ്ങനെ തന്നെ ആവട്ടെ. കാരണം നമ്മുടെ ഫുഡിനെ, ഇപ്പം വിദേശികളുടെ ഫുഡിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഫുഡിനെ അവരെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്ർ മൗസി. ഈ വിദേശികൾക്ക് ഈ സാധനം പരിചയപ്പെടുത്തണമല്ലോ. നമ്മളൊരു ഫുഡിനെ വിദേശികൾക്ക് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റാണ്. ഒറ്റയടിക്ക് ഇതുവരെ കഴിക്കൊന്നുമില്ല. നമുക്ക് അവിൽ മിൽക്ക് ഓക്കെയാണ്, നമ്മൾ കേട്ട് പരിചയമുള്ള, കഴിച്ച് പരിചയമുള്ള. വിദേശികൾക്ക് മുമ്പിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രധാനമായിട്ട് ഈ സാധനത്തെ അവരാ മനസ്സിലേക്ക് ഈ ബ്രാൻഡിന് പ്ലേസ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ശരിക്കും? അത് മറ്റൊന്നുമല്ല, അവിൽ മിൽക്കിന്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയൂല. കാരണം അത് അവിൽ മിൽക്കാണ്. നമുക്ക് മലപ്പുറം കേരളത്തിൽ അവിൽ മിൽക്ക് കഴിക്കാത്ത ആളുകൾ ഇഷ്ടംമാരുണ്ട്, അല്ലെങ്കിൽ കേൾക്കാത്ത ആളുകൾ മലബാറിലാണ്, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്. അതെ. അപ്പോൾ അവർക്ക് അവിൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താന്ന് പോലെ. അപ്പോൾ ഇങ്ങനെ ഒരു അവിൽ മിൽക്കിന്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അവർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് പകരം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊരു വിഷൻ പ്രഖ്യാപിച്ചു. GBR, ഗ്ലോബൽ ബനാന റവല്യൂഷൻ, ഒരു ബനാന വിപ്ലവം വേൾഡിൽ ഉണ്ടാക്കിയ. ബനാന വിപ്ലവം ഉണ്ടാക്കുക, അങ്ങനെ ഒരു വിഷൻ പ്രഖ്യാപിച്ചു. വിഷൻ ഒന്നുമല്ല, 2030 കൂടി ലോകത്തിലെ ഏറ്റവും വലിയ ബനാന ബേസ്ഡ് ഫുഡ് ബ്രാൻഡ് ആക്കി മാറ്റുക എന്നതാണ് ആ വിഷയം. വളരെ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ബനാന ബ്രാൻഡ് എന്ന് പറയുന്ന സാധനത്തിലൂടെയാണ് ആളുകൾക്ക് അവിൽ മിൽക്കിന്റെ പുറത്ത് വേറെയും കാര്യങ്ങളുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഷെയ്ക്കുകള്, ബനാന മിൽക്ക് ഷെയ്ക്കുകള്, ബനാനന്റെ ഡെസേർട്ടുകള്, ബനാനന്റെ സാൻഡ്വിച്ചുകള്, ബനാനന്റെ തായ്ച്ചിൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, ബനാന ക്രീമുകള്, അങ്ങനെ ഗ്ലോബൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന ബനാന പ്രൊഡക്റ്റുകളും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരത് കഴിക്കാൻ വരും. അപ്പോൾ ആ സമയത്ത് അത് കഴിക്കാൻ വരുമ്പോൾ ഞങ്ങൾ അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും.
ഇതാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ്, സാധനം നിങ്ങൾ കഴിച്ചു നോക്കി അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ അസറിനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വെറൈറ്റികളെ കുറിച്ചാണ് പറയുന്നത്, കുറേ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾ എത്ര മാസം കൂടുമ്പോഴാണ് ഓരോ പുതിയ സാധനം ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് ടാർഗറ്റ് ഉണ്ടോ? ഞങ്ങൾ 2 മാസം കൂടുമ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക. നിങ്ങൾ KP അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്? അതെ, അങ്ങനത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. R&D ടീം അതിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ വേഗം പോകും. ഏറ്റവും ലീസ്റ്റ് ഡിമാൻഡിങ് ആയ സാധനം ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഓക്കെ, എന്നാലും പുതിയത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൗസിയുടെ ഫ്യൂച്ചർ നേരത്തെ നിങ്ങൾ പറഞ്ഞു 2030 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ബേസ്ഡ് ബ്രാൻഡാണെന്നുള്ളത്. അതിനെ ഒന്നും കൂടെ സ്പെഷ്യലായിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും പൊസിഷൻ ചെയ്യാൻ പോകുന്നത്? ഏതിലാണ്? ഇനി അടുത്തൊരു സ്റ്റേജ് ഞങ്ങൾ യൂറോപ്പിലേക്ക് പോകലാണ്. ഇപ്പോൾ ലണ്ടനിലൊക്കെ എൻക്വയറി വരുന്നുണ്ട്, രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലത്തെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ സാന്നിധ്യം അറിയിക്കുന്നതാണ് അടുത്ത ഒരു. ഓക്കെ, സോ അടുത്തൊരു ചോദ്യം. അസർ തുടങ്ങിയ ഒന്നാമത്തെ ബ്രാൻഡ് മൗസിയാണ്. രണ്ടാമത്തെ ബ്രാൻഡ് നമ്മുടെ ഫുഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ്. നമ്മുടെ ഷുഗർ കെയിനിലെ ഒരു സാധനമാണ് ചെയ്തിരിക്കുന്നത്, കൂൾ കെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പൊട്ടാറ്റോ ബേസ് ചെയ്തിട്ടുള്ളതാണ് മൂന്നാമത്തത്. ഫുഡ് അല്ലാത്തൊരു പരിപാടി ഇല്ലേ? മാത്രം ഫോക്കസ് ചെയ്യാൻ കാരണം ഒന്നുമല്ല, എൻ്റെ പാഷൻ ഫുഡാണ്. നല്ല ഫുഡ് കഴിക്കുക, നല്ല ഫുഡ് വിളമ്പുക, ഇത് രണ്ടിന്റെ പാഷനാണ്. അസർ ശരിക്കും ഫുഡിയാണ്. തീർച്ചയായും. തടി ഒക്കെ നല്ലുണ്ട്. ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം ഫുഡ് നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ നല്ല ഫുഡ് വിളമ്പാൻ തോന്നാറുള്ളൂ. ഫുഡികൾക്ക് മാത്രമേ പലപ്പോഴും ഫുഡ് കൊടുക്കാനും സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ കഴിയട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ അസറിൻ്റെ ഒരു സ്പീച്ച് കേട്ടിട്ടുണ്ട്. കോൺക്രീറ്റ് എങ്ങനെയാണ് ഒരു എഞ്ചിനീയർ കോൺക്രീറ്റ് വാർക്കുന്നത്, അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കുന്ന ഇതുപോലെ ഒരു കോൺക്രീറ്റ് വാർക്കപ്പണി പോലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒരു അവിൽ മിൽക്കിൻ്റെ എഞ്ചിനീയറിങ്? അത് മറ്റൊന്നുമല്ല, ഒരു കോളേജിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ വീട്ടൊക്കെ മിട്ടൊക്കെ കഴിഞ്ഞതാണല്ലോ, അപ്പോൾ പഠിച്ച കാര്യങ്ങൾക്ക് വേസ്റ്റ് ആയി പോയിട്ടുണ്ടോ? അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു സാധനം പോകുന്നുണ്ട്. നമ്മൾ അവിൽ മിൽക്ക് കച്ചവടത്തിൽ എഡ്യൂക്കേഷൻ പ്രാധാന്യം ഇല്ലാതുകൊണ്ട് പഠിക്കണ്ട എന്നൊരു സാധനം വരുന്നുണ്ട്. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അവിൽ മിൽക്ക് ബിസിനസ് ഇറങ്ങിയപ്പോൾ ഞാൻ മനസ്സിൽ കണക്ട് ചെയ്തത് എൻ്റെ എഞ്ചിനീയറിംഗുമായിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ കോൺക്രീറ്റ് പറയുകയാണെങ്കിൽ കോൺക്രീറ്റിൽ ബൈൻഡിങ് മെറ്റീരിയൽ ഉണ്ട്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ ബൈൻഡിങ് മെറ്റീരിയൽ ആണ് സിമെന്റ് ഞാൻ എന്ത് ചെയ്തു, പാലായിട്ട് കൺസിഡർ ചെയ്തു. അതെ, അപ്പൊ കോഴ്സ് അഗ്രിഗേറ്റ് പറഞ്ഞാൽ നമ്മളെ മെറ്റൽ നമ്മളെ അവലായിട്ട് കൺസിഡർ ചെയ്തു. അതേപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റ് സാൻഡിനെ പഴമായിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് നമ്മൾ ആയത്തിൽ പോവുകയാണ്. ഇപ്പൊ സിമെന്റ് ആണെങ്കിൽ സിമെന്റിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, വർക്കബിലിറ്റി, ഫൈനൽ സെറ്റിംഗ് ടൈം, അങ്ങനെ ഒരുപാട് ഫാക്ടറുകൾ ഉണ്ടാവും. ഒരു സാൻഡ് ആണെങ്കിലും അതേപോലെ തന്നെ മെറ്റലാണെങ്കിലും ഒക്കെ ഓരോ അതിൻ്റെ കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അതേപോലെ ഞാൻ എന്ത് ചെയ്തത്, ഞങ്ങൾ അവിൽ മിൽക്കിലുള്ള 3 കണ്ടല് ആയത്തിൽ ഞാൻ എന്ത് ചെയ്തു, അതിന് ഇറങ്ങി പഠിച്ചു. അതിൻ്റെ എഞ്ചിനീയറിംഗ് പഠിച്ചു. പാലാണെങ്കിൽ അതിൽ ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട് പാലിന്. അപ്പം അതിൻ്റെ ഫ്രീസിങ് പോയിന്റ്, അതിൻ്റെ ഓരോ കാര്യങ്ങൾ, അതേപോലെ തന്നെ പഴമാണെങ്കിലും അവിലാണെങ്കിലും അതിൽ ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ നന്നായിട്ട് പഠിച്ചു. അപ്പോൾ നമുക്ക് നല്ലൊരു കോൺക്രീറ്റ് മിക്സ് പോലെ നല്ലൊരു അവിൽ മിൽക്ക് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി എല്ലാവരോടും ഒരു ചോദ്യം. അസർ മൗസി എഞ്ചിനീയറിംഗ് പഠിച്ചത് വേസ്റ്റ് ആയി ഇനി ഒരാളും പറയരുത്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സാധനത്തെ കറക്റ്റായിട്ട് കോൺക്രീറ്റ് ആക്കി അവരിനെ കൊണ്ടുവന്നുള്ളതാണ്. സോ ഇനി മൗസി എന്നാണ് വിളിക്കുന്നത്, അസർ മൗസി എന്ന് പറഞ്ഞിട്ട്. ഈ അവിൽ മിൽക്ക് ലൈഫിലെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്താണ്? ശരിക്കും രസകരമായി തോന്നിയ കുറേ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൽ ഏറ്റവും ഓർത്ത് വെക്കുന്ന രസകരമായ എന്തെങ്കിലും സംഗതികളുണ്ടോ? അത് ഉണ്ടായത്, ഞാനൊരു കോളേജിൽ സംസാരിക്കാൻ പോയി. അപ്പോൾ കോളേജിൽ സംസാരിക്കാൻ പോയപ്പോൾ ഒരു പ്രിൻസിപ്പാള് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ 3 ബ്രാഞ്ചുകളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷേ 3 ടേസ്റ്റ് ആയിരുന്നു. അത് സത്യസന്ധനായതുകൊണ്ട് ഒരു ഓപ്പണായിട്ട് പറഞ്ഞു ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ടേസ്റ്റില്ല. അപ്പം ഇങ്ങനെ കൂടുതൽ ചോദിച്ചു, സംസാരിച്ചു. അപ്പം അറിയുന്നത്
മൂന്നും നമ്മുടെ ബ്രാഞ്ച് അല്ല. അല്ല. അപ്പൊ അതൊരു എല്ലാവർക്കും മഞ്ഞ ബോർഡുണ്ട്. അതൊരു രസകരമായിട്ട് തോന്നി. ഓക്കെ. ഇനി അടുത്തത് അസർ, എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം. ഇപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയൊന്നും ആവില്ല, തെറ്റുകളും കൂടെ ചേർന്നാണ് ബിസിനസ് എന്ന് പറയുന്നത്. അസർ മൗസിയുടെ ബിസിനസ് ലൈഫിലെ ഏറ്റവും വലിയ മണ്ടത്തരം? എൻ്റെ ബിസിനസ് ലൈഫിലെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് മൗസിയുടെ ആദ്യത്തെ ഒരു വർഷമായിരുന്നു. കാരണം പെരിന്തൽമണ്ണയിലെ സിംല കുൾബാർ എന്നാണ് നമ്മൾ തുടക്കം ഞാൻ പറയാറുണ്ട്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ 20 രൂപ മുതൽ 30-40 രൂപ വരെയുള്ള അവിൽ മിൽക്കിൽ നിന്ന് സെർവ് ചെയ്തിരുന്നത്. ഞാൻ മൗസി തുടങ്ങിയപ്പോഴും ഈ സിംല കുൾബാറത്ത് അതേ പ്രൈസ് ഇട്ടിട്ടാണ് മൗസിലേക്ക് വന്നത്. സിംല കുൾബാറിന്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം ഷോപ്പിൽ നിന്ന് റെന്റൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ അതേ പ്രൈസിലാണ് ഞങ്ങൾ കൊടുത്തത്. ഏകദേശം 6 മാസത്തോളം കച്ചവടം ചെയ്തു. പ്യാൻഡിൽ നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും വെച്ചല്ല. പക്ഷേ അതൊരു ബെനിഫിറ്റ് ആയിട്ട് വന്നു. ആ മണ്ടത്തരം പിന്നീട് ഒരു ഞങ്ങളൊരു വിജയത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് രക്ഷപ്പെടാൻ കാരണം എന്താണ്? ചെറിയ പൈസക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് ഒരു മീൽ, അവിൽമിക്കിന്റെ അവിൽമിക്കിന്റെ മീലാണ്, അത് ആളുകൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ ചെറിയ പൈസ കൊടുത്തുകൊണ്ട് തന്നെ ആളുകൾക്ക് എക്സ്പെൻസസ് വന്നു. പിന്നീട് ഞങ്ങളിതിനെ ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പൈസ കൂട്ടി അത് ഞങ്ങൾ ലാഭത്തിലാക്കുകയും ചെയ്തു. വെരി ഗുഡ്. സോ ഒരു മണ്ടത്തരാണ് ഒരു വലിയ ലെസൺ ആയിട്ട് മാറിയത്, ബ്രാൻഡ് വളർന്നല്ലോ. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരു മൗസിയുടെ സ്റ്റാഫ് ഇപ്പൊ ഏകദേശം 300ഓളം പേരുണ്ട്. തീർച്ചയായിട്ടും ഒരു 300ഓളം ടീമിനെ മാനേജ് ചെയ്യുക, ഒരേ മിഷനിൽ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതൊരു വലിയ പ്രതിസന്ധി നിറഞ്ഞ കാര്യം തന്നെയാണ്. ഈ 300 ആളുകളെ ഒരേ തരത്തിൽ ഒരേ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു ബ്രാൻഡ് കൊണ്ട് നടക്കുന്നതിൻ്റെ സീക്രട്ട് എന്താണ് ശരിക്കും? പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഒന്ന്, നമ്മളെ സ്റ്റാഫുകൾക്ക് ഒന്ന് ഫ്യൂച്ചർ കാണിച്ചു കൊടുക്കണം. ഞങ്ങളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, രക്ഷപ്പെടും എന്നത് ഞങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം, അവർക്ക് നല്ല നല്ല പാക്കേജുകൾ കൊടുക്കുക. ഞങ്ങൾ സ്റ്റാഫുകളെ 4 കാറ്റഗറി ആക്കി തിരിച്ച് എക്സ്പീരിയൻസിൻ്റെയും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ A ഗ്രൂപ്പിൽ, B ഗ്രൂപ്പ്, C ഗ്രൂപ്പ്, D ഗ്രൂപ്പ് ആക്കി തരംതിരിച്ച് A ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് നമ്മൾ ബോണസ്, അതേപോലെ തന്നെ വർഷത്തിലൊരു ടൂറ്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസുകൾ അങ്ങനത്തെ ഓരോ പാക്കേജുകൾ കൊടുത്ത് ഇതാക്കി. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ വരും, ഫസ്റ്റ് എക്ക് വരാനും ബ്രാൻഡിന്റെ കൂടെ നിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വരും. അത് ഇന്ത്യയിൽ മാത്രമേ ഇത്ര റിസ്ക് ഉള്ളൂ. UAE, സൗദി, ഖത്തറൊക്കെ ആകുമ്പോൾ പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ രസകരമായിട്ട് പല സംരംഭരും പറഞ്ഞിട്ട്, ഞാൻ നാട്ടിലേ ബിസിനസ്സിനില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്റ്റാഫാണെങ്കിലും രാവിലെ വിളിച്ചിട്ടായിരിക്കും പറയാം, സാറേ നാളെ ഞാൻ വരുമല്ലോ കേട്ടോ. അതുകൊണ്ട് പല ബിസിനസ്സുകാരും നാട്ടിൽ തുടങ്ങാൻ പോലും പേടിയാണ്. സ്റ്റാഫിൽ ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഇല്ല. എന്നാൽ UAE അത്ര ഈസി അല്ല. ഒന്ന് പാസ്പോർട്ടും പിന്നെ ഒരു കമ്മിറ്റ്മെന്റ് കുറച്ചുകൂടെ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഞാൻ 1 വർഷത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോ സാറ് പറഞ്ഞു വിളിക്കലുണ്ട്, ഞങ്ങളത് വിളിക്കുമ്പോഴും ഉണ്ടാവില്ല, രാവിലെ കട തുറക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അതെ, വലിയ പ്രതിസന്ധിയാണ്. സോ ഇങ്ങനെയാണ് അതൊരു പരിധി വരെ മാനേജ് ചെയ്യുന്നത് അല്ലേ? സോ നമ്മൾ അസർ മൗസി ഫുഡ് ബിസിനസ് ആണ് ചെയ്യുന്നത്. തുടങ്ങിയതെല്ലാം പൊന്നാക്കിയിട്ടുമുണ്ട്. മൗസി ആണെങ്കിലും വലിയ സക്സസ് ആയി 50 ബ്രാഞ്ചിലേക്ക് ഏകദേശം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് വലിയ സക്സസ്സുകൾ വരാനിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റ് 2 ബ്രാൻഡുകളും വളരെ പെട്ടെന്ന് തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫുഡ് ബിസിനസ് സക്സസ് ആക്കുന്നതിൽ ഒരുപാട് ഫുഡ് ബ്രാൻഡ് തുടങ്ങാനിരിക്കുന്ന ഒരുപാട് ആളുകൾ, നമ്മൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകളുണ്ട്. അവരോട് പറയുന്നത് എന്താണ്, ഫുഡ് ബിസിനസ് സക്സസ് ആക്കുന്നതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അസർ ശ്രദ്ധിച്ച്? അത് ആദ്യത്തെ കാര്യം, ഇതിൽ പാഷൻ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഇൻഡസ്ട്രിക്ക് വരിക. അതാണ് ആദ്യം പറയാനുള്ളത്. കാരണം നമ്മൾ അതിൽ അത്രയും നമുക്ക് സമയം ചിലവഴിക്കണമെങ്കിൽ നമുക്കിതിൽ പാഷൻ വേണം. അതുമാതിരി ഇതിൽ അപ്ഡേഷൻ കൊണ്ടുവരണമെങ്കിൽ നമുക്കിതിൽ പാഷൻ വേണം. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫുഡ് കഴിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് കാര്യം ടേസ്റ്റാണ്. അപ്പം നല്ലൊരു ടേസ്റ്റ്, നല്ല അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളതിനെ ബ്രാൻഡ് ചെയ്യാൻ പോവുക. മൂന്നാമത്തെ കാര്യം, എല്ലാവരും കൊടുക്കുന്ന ഫുഡ് അത് നേരെ കോപ്പിയടിച്ച് ചെയ്യാതിരിക്കുക. ഒരാൾ മന്തി തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും മന്തി, ഒരാൾ ചപ്പാത്തി കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ചപ്പാത്തി കമ്പനി. അത് ചെയ്യാതെ നമ്മൾ പല യാത്രകൾ ചെയ്യുക. പല യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ അൺഓർഗനൈസ്ഡായി കിടക്കുന്ന ഒരുപാട് ചെറിയ ഫുഡുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ബിസിനസ്സാക്കി മാറ്റാം. നാലാമത്തെ കാര്യം, അപ്ഡേഷൻസ് പ്രോപ്പറായിട്ട് അപ്ഡേഷൻ കൊണ്ടുവരിക. അഞ്ചാമത്തെ കാര്യം, കസ്റ്റമർ ഫീഡ്ബാക്ക്. അതിന് കേൾവി കൊടുക്കുക. ആദ്യം അവർ പറയുന്നത് കേൾക്കുക. അവർ പറയുന്നതിൻ്റെ അപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറെ ശരിക്കും നമ്മളെ ഗൈഡായിട്ട് തന്നെ കാണും. തീർച്ചയായും.
സോ നിങ്ങളൊരു ഫുഡ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അസർ തുടങ്ങിയ ഫുഡ് ബിസിനസ് തുടങ്ങി സക്സസ്ഫുൾ ആക്കിയ ഒരാളിൽ നിന്നാണ് കേൾക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ചോദിക്കട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ആക്ച്വലി ദിലീപ് ഒരു സിനിമയിൽ പറയുന്നുണ്ട്, കുറച്ച് ഓവറായാലേ ശ്രദ്ധിക്കുന്നു. പലപ്പോഴും ഈ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് പലരും നമ്മളോടും പറയാറുണ്ട്, കുറച്ച് ഓവറല്ലേ. പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഒരു ബിസിനസ് വിജയത്തിൽ എത്രത്തോളം പ്രാധാന്യം? ഞാൻ ആദ്യം പേഴ്സണൽ ബ്രാൻഡിലേക്ക് വന്നിരുന്നില്ല. കാരണം പ്രാഞ്ചിയേട്ടൻ എന്നൊരു സാധനമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ, ഒരു ബ്രാൻഡിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ, നമ്മൾ എന്തിനും നമ്മളിപ്പോൾ എന്ത് പ്രൊഡക്റ്റാണ് നമ്മളൊരു ഫേസ് കാണും അതിന്. അപ്പോൾ നമ്മളെ ബ്രാൻഡിന് ഫേസ് വേണം. ആ ഫേസ് വഴി ബ്രാൻഡിലെ ആളുകൾക്ക് ട്രസ്റ്റ് വരും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തതാണ്, ഇതിലേക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് വന്നതാണ്. പക്ഷേ അത് ഉണ്ടാക്കിയൊരു മാറ്റം പലരും ചോദിക്കലുണ്ട്, 4 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു? ഞാൻ അവരോട് പറയാനുള്ളൊരു ആൻസർ ഇതാണ്, പേഴ്സണൽ ബ്രാൻഡിങ്. അതാണ് അതിനുള്ളൊരു ആൻസർ. ഇത് ഇറങ്ങിയതിൻ്റെ ശേഷമാണ് ആളുകൾ കൂടുതൽ മൗസിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതും മൗസി എന്താണെന്നും ഓരോ പ്രൊഡക്റ്റ് ടേസ്റ്റ് ചെയ്യലും. ഓക്കെ, ഇപ്പോൾ ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഇതുവരെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടില്ല, പക്ഷെ ബ്രാൻഡ് നമുക്ക് കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡിങ് ആണ്. സോ നമ്മൾ പുതുതായിട്ട് ഫുഡ് ബിസിനസ്സിലേക്ക് തുടങ്ങാൻ ആളുകൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ഇനിയൊരു കുഴക്കുന്ന ചോദ്യമാണ്, എന്നാലും ചോദിക്കണം. ഇപ്പോൾ അസറിൻ്റെ അടുത്ത് ലൈവായിട്ട് മിനിമം ഒരു 30 വെറൈറ്റി അവിൽ മിൽക്ക് ഇപ്പോൾ റെഡിയാണ്, എല്ലാ കൗണ്ടറിലുണ്ടോ? ഇതിൽ അസർ കഴിക്കുന്ന അസറിൻ്റെ ഫേവറേറ്റ് അവിൽ മിൽക്ക് ഏതാണ്? എൻ്റെ ഫേവറേറ്റ് അവിൽ മിൽക്ക് ഞങ്ങൾ നോർമൽ അവിൽ മിൽക്ക്. ഞങ്ങൾ ഏറ്റവും ചെറിയ വിലയുള്ള ഏറ്റവും ബേസിക് ആയിട്ട് അവിൽ മിൽക്ക്. അത് മറ്റൊന്നല്ല, എൻ്റെ ഉപ്പാൻ്റെ അവിൽ മിൽക്കാണ്. എൻ്റെ ഉപ്പ തുടങ്ങിയ സാധനമാണ്, ബാക്കിയൊക്കെ ഞാൻ കൊടുക്കുന്നതാണ്. പക്ഷെ ആ ഉപ്പാൻ്റെ ഒരു ഓർമ്മയുള്ള അവിൽ മിൽക്കാണ് ഞങ്ങളെ നോർമൽ അവിൽ മിൽക്ക്. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അതാണ് ഞങ്ങളും അത് തന്നെ കഴിച്ചാൽ മതിയോ? മതി, തീർച്ചയായും അത് മതി. ഓക്കെ, സോ അസറുമായിട്ടുള്ളൊരു ഡിസ്കഷൻ. നമുക്ക് സാധാരണ അസറിൻ്റെ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇത്തവണ ചോദിച്ച് അസർ പറയാത്ത കഥകളെ കുറിച്ചാണ് പറയാൻ ശ്രമിച്ചത്. നിങ്ങളിതുപോലെ നിങ്ങളുടെ ബ്രാൻഡിനെ ഷോക്കേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്രാൻഡ് സ്റ്റുഡിയോയുടെ നമ്പറാണ് താഴെയുള്ളത്. നിങ്ങളുടെ ബ്രാൻഡിനെ ഷോക്കേസ് ചെയ്യാം. സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അസറിൽ നിന്ന് ഇന്നത്തെ ഒരു മീറ്റിങ്ങിൽ, ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ കേൾക്കാനും പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും അത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്. സോ ഞാൻ ഖസാക്ക് ബെഞ്ചാലി ഒരിക്കൽ കൂടി അസർ മൗസിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ